ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്നത്തെ പോലെ ഇന്നും ഒരു അടിപൊളി കിടക്കാശ്ശേരി പിക്കുമായിട്ടാണ് സുഖം വന്നിരിക്കുന്നത്. അപ്പോഴെല്ലാവരും ഇന്ന് ആയില്യമൊക്കെ ആയിരുന്നല്ലോ, അമ്പലത്തിലൊക്കെ പോയി തൊഴുതോ, നാഗരാജാവിനെയും നാഗേറ്റിയമ്മയൊക്കെ പോയി കണ്ട് തൊഴുതോ, സുഖിൻ്റെ കാര്യം പറഞ്ഞോ. അപ്പോൾ ഇന്ന് വെട്ടിക്കോട്ടായില്യമാണല്ലേ. അപ്പോൾ ഒരുപാട് ഐതിഹ്യങ്ങളൊക്കെ ഉണ്ടല്ലേ. ആയില്യത്തിന് കിളക്കരുത്, കിണ്ടരുത്, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ടിപ്പൊക്കെ തുടങ്ങേ. അപ്പോൾ ഇന്നത്തെ ടിപ്പെന്ന് വെച്ചാൽ നമ്മുടെ കഴുത്തിലെ കറുപ്പ്. നമുക്ക് കഴുത്തിൻ്റെ ബാക്കിലൊക്കെ നല്ല കറുപ്പ് കാണും. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും പാത്രം കഴുകുന്ന സ്റ്റീൽ സ്ക്രബ്ബറൊക്കെ വെച്ച് നമുക്കൊന്ന് തേച്ചരച്ച് കഴുകാമെന്നൊക്കെ വിചാരിക്കും കേട്ടോ. അതിനൊന്നും വേണ്ട. അതിനൊക്കെ ഒരുപാട് ടിപ്പുകളുണ്ട് അതൊക്കെ മാറാൻ. ആ കറുപ്പും നമ്മുടെ കൈമുട്ടിലെയും കാലിൻ്റെ മുട്ടിലെയും ഒക്കെ കറുപ്പൊക്കെ മാറ്റാം കേട്ടോ. ആരും വിഷമിക്കേണ്ട, ഞാനും ഒത്തിരി വിഷമിച്ചു. പിന്നെ നമുക്ക് വണ്ണം കൂടുമ്പം നമ്മുടെ കഴുത്ത് ഇറുകും. എനിക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെ ഇതൊക്കെ ചെയ്ത് ഒത്തിരി മാറ്റമൊക്കെ വന്നിട്ടുണ്ട്. കഴുത്ത് ഇങ്ങനെ ഇരിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു എനിക്ക്. നല്ല വണ്ണം ഉണ്ടായിരുന്നു. ഇപ്പോഴല്ലേ വണ്ണമൊക്കെ കുറഞ്ഞോ? ഇച്ചിരി വണ്ണമൊക്കെ കുറഞ്ഞു തോന്നുന്നു. ആ ഇടുങ്ങിയിരിക്കുന്ന സമയത്ത് നമുക്ക് തോന്നും കേട്ടോ, വല്ലവരൊക്കെ കണ്ട നാണക്കേടല്ലേ, ദൈവമേ അടിച്ചനച്ച് കുളിക്കത്തില്ലെന്നൊക്കെ വിചാരിക്കും കേട്ടോ. സത്യം. അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. ആരും അടിച്ചനച്ച് കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് 2 നേരവും നമ്മളൊക്കെ. പക്ഷേ എന്തായാലും ചിലർക്ക് പിന്നെ ഗോൾഡ് അല്ലാത്ത സംഭവങ്ങളൊക്കെ മാലയായിട്ടൊക്കെ എല്ലാവരും ചിലപ്പോൾ ഇടാറുണ്ടല്ലോ. അങ്ങനെ ഇടുമ്പോഴും നമുക്ക് കഴുത്തിൽ കറുപ്പൊക്കെ വീഴാറുണ്ട്, ബാക്കിലൊക്കെ വീഴാറുണ്ട്. അതൊക്കെ നമുക്ക് മാറ്റാം ഇന്ന്. കൈയുടെ മുട്ടാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. കഴുത്തിൽ നമുക്ക് ചെയ്യാം. ഇത് തന്നെ നമുക്ക് കഴുത്തിൽ, കാലിൻ്റെ മുട്ടിൽ ഒക്കെ ചെയ്യാം. നമുക്ക് ചെയ്യാം. കൈയുടെ മുട്ടൊക്കെ നന്നായിട്ടൊക്കെ തെളിഞ്ഞൊക്കെ വരുന്നുണ്ട്. എനിക്ക് നന്നായിട്ട് കറുപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കഴുത്തിലെ പോലെ തന്നെ നമുക്ക് കൈയുടെ മുട്ടും കറുപ്പൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, കഴുത്ത് ഇടുങ്ങിയതായതുകൊണ്ട് അങ്ങനെ നമുക്ക് വരാം, അല്ലാതെ അടിച്ചനച്ച് കുളിക്കാത്തത് കൊണ്ടൊന്നുമല്ല കേട്ടോ. ഇതിന് നമുക്ക് നമ്മുടെ വീട്ടിൽ 2 ഐറ്റങ്ങൾ മാത്രം മതി. എല്ലാവരും കല്ലുപ്പൊക്കെ വാങ്ങിച്ച് വെക്കാറുണ്ടല്ലോ വീട്ടിൽ, അതോ പൊടിയുപ്പാന്ന് എല്ലാവരും വാങ്ങിച്ച് വെക്കാറുണ്ടേ. തീർച്ചയായിട്ടും നമ്മുടെ വീടുകളിൽ കല്ലുപ്പ് വാങ്ങിച്ച് വയ്ക്കണം. ഭരണി നിറച്ച് എത്ര വേണേലും നിങ്ങൾ നിറച്ച് വെച്ച് ദാരിദ്ര്യം അങ്ങനെ ഒരു സംഭവം ഉണ്ടാകത്തില്ല കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. എന്തായാലും സുപ്പ് വേറെ ഒന്നും ഇല്ലെങ്കിലും കല്ലുപ്പ് വാങ്ങിച്ച് വയ്ക്കും കേട്ടോ. നിങ്ങളല്ലെങ്കിൽ വിചാരിക്കും, ഞാൻ എടുക്കുമ്പോൾ വിചാരിക്കും അവളെ ചുമ്മാ കള്ളത്തരം പറയുന്നത് പൊടിയുപ്പായിരിക്കും. അതിനാണ് ഞാൻ കല്ലുപ്പ് തന്നെ എടുത്തത് കേട്ടോ. നമ്മുടെ കല്ലുപ്പ് സ്റ്റോക്കാക്കി വെച്ചിട്ടുണ്ട് എപ്പോഴും ഇവിടെ. പിന്നെ നമുക്ക് മീൻ കഴുകുമ്പോഴൊക്കെ നമുക്ക് കല്ലുപ്പ് വേണമല്ലോ. പിന്നെ പോസിറ്റീവ് എനർജിക്ക് അവിടെ ഇവിടെ എല്ലാം നിങ്ങൾ കൊണ്ടുവച്ചോ കേട്ടോ. കല്ലുപ്പ് നിറച്ച് കൊണ്ടുവച്ചോ. നമുക്ക് ഒരു സംഭവം കല്ലുപ്പാണ് വേണ്ടത്. പിന്നെ നമുക്ക് രണ്ടാമത് വേണ്ടത് നാരങ്ങാനീരാണ് കേട്ടോ. ഈ 2 ഐറ്റങ്ങൾ മാത്രം മതി നമുക്ക് നമ്മുടെ കഴുത്തും കൈയുടെ മുട്ടും ഒക്കെ വെളുപ്പിക്കാൻ. നിങ്ങളിത് തുടർച്ചയായിട്ട് ചെയ്യാനും നോക്കണം. ഒരു പ്രാവശ്യം ഇട്ടത് കൊണ്ട് ഒരു മാറ്റമൊന്നും നമുക്ക് കിട്ടത്തില്ല. ഇന്നലത്തെ നിങ്ങൾ ടിപ്പൊക്കെ ചെയ്ത് ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ കല്ലുപ്പ് നമ്മുടെ മിക്സിയുടെ സുജാത ചേച്ചിയുടെ കൊച്ചുമുക്ക് കൊടുത്ത് അവിടെ പല്ലൊക്കെ ഇച്ചിരി ഒന്ന് മൂർച്ചയൊക്കെ കിട്ടും കേട്ടോ. ഞാനിവിടെ ചിലപ്പോൾ വല്ലപ്പോഴൊക്കെ ചെയ്യാറുണ്ട്. ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് വലുതായിട്ട് ഇത് ഞാൻ പൊടിച്ചെടുത്തത്. അവളുടെ പല്ലിൻ്റെ മൂർച്ച ഒന്ന് കൂട്ടുകയും ചെയ്യാം, നമുക്ക് നമ്മുടെ ടിപ്പ് ചെയ്യുകയും ചെയ്യാം, നമ്മുടെ കഴുത്തും നമ്മുടെ കൈയൊക്കെ വെളുക്കുകയും ചെയ്യും കേട്ടോ. എത്ര ഉണ്ട് ഗുണങ്ങൾ. ഇത് നമുക്ക് ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കാം. എന്നാലും നന്നായിട്ട് സ്ക്രബ് ചെയ്യണം. കഴുത്തും ഇതുപോലെ തന്നെ നമ്മൾ സ്ക്രബ് ചെയ്താണ് ഇത് മാറ്റുന്നത് കേട്ടോ. ഇടയ്ക്കൊക്കെ നമ്മൾ ഇങ്ങനെ ഒന്ന് ചെയ്യും കേട്ടോ. നല്ല വ്യത്യാസം നമുക്ക് കിട്ടും. ഇതേ നമ്മുടെ കൈയുടെ മുട്ട് അല്ലെങ്കിൽ ഉപ്പല്ലേ എൻ്റെ ഡ്രസ്സിനകത്ത് വീണ, അത് അതിനെക്കാട്ടിലും കുഴപ്പം. ഇതേ നമ്മുടെ കൈയുടെ മുട്ടാണെന്ന് വെളുപ്പിച്ച് കാണിക്കുന്നത്. കുളിക്കുന്നതിന് മുന്നായിരുന്നെങ്കിൽ ഞാൻ കഴുത്ത് കാണിച്ചേനെ. എനിക്ക് ഇനിയിപ്പം വയ്യ കേട്ടോ. ഇനിയിപ്പം നമ്മൾ ഉപ്പ് തേച്ച് പിടിപ്പിച്ച് ആകെ കുഴപ്പങ്ങളാവും. കുളിച്ചിട്ടൊക്കെ വന്നിരിക്കുക. അന്നേരം ഇത് തന്നെ നമുക്ക് നമ്മുടെ കഴുത്തിൽ നന്നായിട്ട്
നിങ്ങൾ തേച്ച് ഇത് സ്ക്രബ് ചെയ്യുക കേട്ടോ. ഇത് ഇങ്ങനെ നന്നായിട്ട് ഇത് പൊടിച്ചെടുക്കണം. അതിനാ പറയുന്നത് നമ്മളിങ്ങനെ നന്നായിട്ട് അങ്ങോട്ട് പൊടിച്ചെടുക്കാം. ഇതിനകത്ത് ഇങ്ങനെ നമ്മൾ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. എന്ത് മാറ്റമുണ്ട്, എന്ത് കറുത്തിരിക്കുന്നു എൻ്റെ കൈയുടെ മുട്ട, ഇത്രയാക്കിയില്ലേ ഞാൻ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ നല്ല മാറ്റം ഉണ്ടാവും നമുക്ക് കേട്ടോ. കഴുത്ത് ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുക, തുടർച്ചയായിട്ട് തന്നെ ചെയ്യുക. വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ, അന്നേരം നമ്മുടെ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആവും കേട്ടോ. ഇത് ചെയ്ത് കഴിയുമ്പോൾ നല്ല സോഫ്റ്റ് ആവും നമ്മുടെ കൈ. നമ്മളിങ്ങനെ സ്ക്രബ് ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റ് ആവും. നിങ്ങൾ ചെയ്ത് നോക്ക്. ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കഴുത്തിലെയും കൈമുട്ടുകളിലെയും കാലിൻ്റെ ഈ 2 സൈഡുണ്ടല്ലോ, നമ്മുടെ ഈ കണ്ണെന്നല്ലേ നമ്മൾ പറയുന്നത്, അവിടെയൊക്കെ ചിലർ കറുത്ത ഒരിതായിട്ടിരിക്കുമല്ലോ, അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം കേട്ടോ. കാല് ഫുള്ളായിട്ടും നമുക്ക് തേക്കാം. കാലൊക്കെ നല്ല പതുപതാന്നുള്ള കാലൊക്കെ ആയിട്ട് കിട്ടും, പൂ പോലുള്ള. അപ്പോൾ ഇന്നലത്തെ ടിപ്പ് നിങ്ങളെല്ലാവരും ചെയ്തു. പല്ലൊക്കെ വെളുപ്പിച്ച എല്ലാവരും അത് കറപ്പിച്ച് വെച്ചേക്കുക, മഞ്ഞ കളറായിട്ട് വെച്ചേക്കുവാണ്. നല്ല എളുപ്പത്തിനുള്ള ടിപ്പല്ലേ ഇന്നലെ കാണിച്ചു തന്നേ. മുല്ലപ്പൂ പല്ല് പോലെ ആക്കി എല്ലാവരും ഇന്നലെ രാത്രിയിലല്ലേ നമ്മൾ വീഡിയോ ഇട്ടെ. അപ്പോഴെല്ലാവരും ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു. ചെയ്യണം എന്തായാലും കേട്ടോ. ഇതൊക്കെ നമുക്ക് ചെയ്ത് ഉഷാറാക്കണം. നമ്മുടെ പല്ലിനെയും മുടിയൊക്കെ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. ഡൈ ഒന്നും ചെയ്യാൻ ഒക്കുന്നില്ല. തല നനയ്ക്കേണ്ടാന്ന് ഡോക്ടർ പറഞ്ഞു. കഫക്കെട്ടും പനിയൊക്കെ ആയതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ ഡൈയിലെ പരിപാടി ഇങ്ങോട്ട് മാറ്റി വെച്ചേക്കുകയാണ്. അടിക്കേണ്ട സമയമായി, അതും കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഇച്ചിരി ഒന്ന് പൊടിക്കണം കേട്ടോ. അല്ലാതെ വലിയ കല്ലുപ്പെടുത്ത് നിങ്ങൾ ഇങ്ങനെ പിടിക്കല്ലേ, കൈയൊക്കെ മുറിഞ്ഞിട്ട് ഇങ്ങനെ എന്നെ ചീത്ത വിളിക്കരുത് കേട്ടോ. അപ്പോൾ ഇത് 2 കൈയും നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ നമ്മുടെ കഴുത്തും നിങ്ങൾ കുളിക്കുന്നതിന് മുന്നേ ചെയ്തു കേട്ടോ. കുളിച്ച് കഴിഞ്ഞ് നമുക്ക് വല്ലാത്തൊരിതാവും. ഈ ഉപ്പല്ലേ, ഉപ്പ് രസമല്ലേ, അതല്ല. പിന്നെ ഈ മാലയാക്കി ഇടുമ്പോഴേ ഒന്നാമത് സ്വർണ്ണത്തിന് വില കൂടുതലാണ് പിള്ളേരെ. പിന്നെ നമ്മൾ മാലയാക്കിയിട്ട് അതിനകത്ത് ഉപ്പ് പിടിച്ച് വല്ലതും ആയിപ്പോയ എൻ്റെ ദൈവമേ, 1 ലക്ഷം കടന്നല്ലേ. കിടക്കട്ടെ അങ്ങോട്ട് കടക്കട്ടെ. ഇനി അതേപ്പറ്റി ചിന്തിക്കുകയേ, സ്വർണ്ണത്തിനെ പറ്റി നമ്മൾ ചിന്തിക്കുന്നതേ ഇല്ലല്ലേ. അത് അടിച്ചുകൊണ്ട് പോകത്തില്ലല്ലോ നമ്മൾ അല്ലേ. അപ്പോഴതേ ഇങ്ങനെ അങ്ങ് ചെയ്തോളൂ. ഒരു 5 മിനിറ്റെങ്കിലും, 5 or 10 മിനിറ്റ് നിങ്ങൾക്ക് ഇഷ്ടം മാതിരി നിങ്ങളിങ്ങനെ സ്ക്രബ് ചെയ്തുകൊണ്ടിരുന്നു. നല്ല മാറ്റം നമുക്ക് കിട്ടും. നിങ്ങൾ തുടർച്ചയായിട്ട് ചെയ്യാനും നോക്കുക. നമ്മുടെ കാലുകളും നീട്ടി വെച്ച് ഇതേപോലെ തന്നെ ഫുള്ളായിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. കാലിൻ്റെ സൗന്ദര്യമൊക്കെ അങ്ങോട്ട് കൂടട്ടെ. നല്ല സോഫ്റ്റായിട്ടുള്ള കാലൊക്കെ കിട്ടട്ടെ. ഇപ്പം ആരും അങ്ങനെ, ഇപ്പം എല്ലാവരും മുറ്റത്താണേലും പെരയ്ക്കകത്താണേലും എല്ലാവരും ചെരുപ്പിട്ടുകൊണ്ടല്ലേ നടക്കുന്നത്. എനിക്ക് ഭയങ്കര വിഷമം കേട്ടോ. ഞാനങ്ങനെ ചെരുപ്പിടത്തില്ല. ഇങ്ങനെ ചെയ്ത് നമ്മുടെ മുട്ടിനെ ഇത് കഴുകി മാറ്റുമ്പോൾ നല്ല സോഫ്റ്റ് മാതിരി ഇരിക്കും നമ്മുടെ ഈ സ്കിന്ന്. കൈയുടെ മുട്ട 2 കൈയുടെ മുട്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങളെ ഈ ഒരു കൈമുട്ടേ ചെയ്ത് കാണിക്കുന്നുള്ളൂ. 2 കൈമുട്ടും നിങ്ങൾ ചെയ്യണം ഒരേ സമയത്ത് തന്നെ. നമുക്ക് ഇവിടെ ഇരിപ്പുണ്ട് സംഭവം. നമ്മളിത് വീഡിയോ നിർത്തി കഴിഞ്ഞ് ഞാൻ ഇപ്പുറത്തെ വശവും ചെയ്തോളാം. അപ്പോൾ പിന്നെ ഞാൻ ഈ ഒരു കൈ തന്നെ നിങ്ങളെ കാണിക്കാം. കൈയുടെ മുട്ട്, കാലിൻ്റെ മുട്ട്, കഴുത്തിലെ കറുപ്പ്, ഇതൊക്കെ മാറാൻ അടിപൊളി സൂത്രമാണ് ഇന്ന് സുപ്പ് കാണിച്ച് തന്നിരിക്കുന്നത്. എല്ലാവരും വീട്ടിൽ പോയി ചെയ്യണം. സ്കൂൾ കുട്ടികളെ പോലെ സ്കൂൾ കൊച്ചുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കത്തില്ലേ നമ്മൾ, വീട്ടിൽ പോയിരുന്ന് പഠിക്കണമെന്ന്. അതുപോലെ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം വീട്ടിലിരുന്ന് കേട്ടോ. നല്ല എൻ്റെ എന്തുമാത്രം ഉണ്ടായിരുന്നെന്നറിയോ, തഴമ്പ് നല്ല കറുപ്പുണ്ടായിരുന്നേ. ഇങ്ങനെ ചെയ്ത് നമ്മൾ ഈ പരിവാക്കി വെച്ചില്ലേ പിള്ളേരെ ഞാൻ. അപ്പോഴതിനൊക്കെ നല്ല റിസൾട്ട് അല്ലേ. നാച്ചുറൽ ആയതുകൊണ്ട് ചിലർക്ക് വിശ്വാസം വരുന്നില്ല. ചുമ്മാതെ പറയുള്ളൂമാർ, വെറുതെ പറയുമെന്ന് പറയും. പക്ഷെ അതൊന്നും അല്ല കേട്ടോ. നമ്മളിതൊക്കെ ഒന്ന് ചെയ്ത് നോക്കും, അപ്പോഴറിയാം അതിൻ്റെ ഗുണൻസ്. നിങ്ങളെപ്പോലെ ചിന്തിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു എനിക്ക്. ചുമ്മാ വെറുതെ പിള്ളമാർ പറയുന്ന എല്ലാം വെറുതെ.
എന്നൊക്കെ പറഞ്ഞിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളത് ചെയ്ത് നോക്കിയപ്പോഴല്ലേ നമുക്ക് നല്ല റിസൾട്ട് കേട്ടോ. നമുക്ക് റിസൾട്ട് കിട്ടിയപ്പോഴല്ലേ നമുക്ക് ഇതിൻ്റെ ഗുഡൻസ് മനസ്സിലായത്. അപ്പോൾ ഇതിനി അങ്ങ് എന്തായാലും ഞാൻ ഒരു 5 മിനിറ്റ് ആയല്ലോ, 5 കൂടുതലായി നിങ്ങളെ കാണിക്കാൻ തുടങ്ങിയിട്ട് തന്നെ. 2 കൈയും ചെയ്തു കേട്ടോ, 2 കൈയും ചെയ്യണം. അതിനിപ്പോൾ ഞാൻ ചെയ്തോളാം ഇത് കഴിഞ്ഞിട്ട്. അപ്പോഴേ നിങ്ങൾ ചെയ്ത് നോക്കിക്കോളൂ. അറിയാത്തവർക്കൊക്കെ വേണ്ടി പറഞ്ഞു തരികയാണ്. ഒത്തിരി അങ്ങ് പൊടിയാക്കരുത്, അങ്ങ് പൗഡർ ആക്കരുത്. ഇച്ചിരി ഒരു തരി വേണം, എന്നാലേ നമുക്കിത് സ്ക്രൈബ് ചെയ്യുമ്പോൾ ഇതെല്ലാം കുറഞ്ഞ് മാഞ്ഞൊക്കെ പോകണ്ടേ കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കൂ. നമുക്കൊന്ന് കഴിയിട്ട് വരാമേ. ഞാൻ കഴിയൊന്ന് കാണിക്കാം. 5 മിനിറ്റായില്ലേ, 5 മിനിറ്റായി നമ്മളിത് ഇങ്ങനെ ആക്കിയിട്ട്. അപ്പോൾ ഈ കഴുത്ത് നമ്മൾ കുളിക്കുന്നതിന് മുന്നേ ഇപ്പം ഞാൻ കുളിച്ചിട്ടൊക്കെ വന്നിരിക്കുകയാണ് കേട്ടോ. അതല്ലെങ്കിൽ ഞാൻ കഴുത്തും കൂടെ ചെയ്ത് കാണിക്കാമായിരുന്നു. കഴുത്തിൽ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. ചെയ്ത് ബാക്കിൽ ഫ്രണ്ടല്ല കറുപ്പ് വരുന്നത്, ബാക്കിൽ അത് ഇടുങ്ങിയിരിക്കുന്നത് കൊണ്ട് കേട്ടോ. അപ്പോൾ ഇത് തന്നെ നമുക്ക് ചെയ്യാം. പിന്നെ ഫ്രണ്ട് നമുക്ക് അങ്ങനെ കറുപ്പൊന്നും വരത്തില്ല കേട്ടോ. ഈ ബാക്ക് വശം ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് അതാണ് കുഴപ്പം. അപ്പോൾ ഞാൻ ഇതൊന്ന് കയ്യൊന്ന് കഴുകി കൊണ്ടുവന്ന് കാണിക്കാം കേട്ടോ. അപ്പോഴിതാ നമ്മൾ ചെയ്തു. നല്ല സോഫ്റ്റായി കേട്ടോ, സ്കിന്ന് നല്ല സോഫ്റ്റായി. നമുക്ക് നമ്മുടെ ഈ വെള്ള ഭാഗവും ചെയ്യാം. ഈ ചിലർക്കൊക്കെ ഈ മുട്ടിൻ്റെ ഭാഗത്തൊക്കെ കറുപ്പുണ്ടാവും, തഴമ്പ് അല്ലേ. ഈ തഴമ്പൊക്കെ നമുക്ക്, ഈ കറുപ്പും ഈ തഴമ്പും ഒക്കെ നമുക്ക് മാറ്റാം ഇങ്ങനെ തന്നെ കേട്ടോ. ഇവിടെയൊക്കെ ചിലർക്കുണ്ടാവും, ഞാൻ കണ്ടിട്ടുണ്ടായി ഈ മുട്ടുഭാഗമെല്ലാം കറുത്തിരിക്കുന്നത്. അവർക്കൊക്കെ ഇത് ചെയ്യാം കേട്ടോ. നന്നായിട്ട് വിളക്കുക, നന്നായിട്ട് ഈ കറുപ്പ് മാറും. അപ്പോഴതേ നമ്മളൊരു 5-10 മിനിറ്റ് ഞാൻ എടുത്തില്ലേ, പക്ഷെ നല്ല സ്കിന്ന് നല്ല സോഫ്റ്റ് ആവും നമ്മുടെ കേട്ടോ. ഇത് തുടർച്ചയായിട്ട് നമ്മളിത് ചെയ്ത് നോക്കണം. നല്ലതായിട്ട് നമുക്ക് വ്യത്യാസം കിട്ടും കേട്ടോ. അപ്പോൾ ഇതും ഞാൻ ചെയ്യട്ടെ. ഇനി ബാക്കിയിരിക്കൊണ്ട് നല്ലതേ നമുക്ക് നമ്മുടെ ഫുള്ള് നമുക്ക് ചെയ്യാം കേട്ടോ. നമ്മുടെ കൈയുടെ ഫുള്ള് നമുക്ക് ഇത് ഒരു 10-15 മിനിറ്റ് ഇരുന്ന് ഇതൊന്ന് സ്ക്രബ് ചെയ്താൽ മതി. നമുക്ക് നല്ല മാറ്റം കിട്ടും കേട്ടോ. നിങ്ങളൊരു 5 മിനിറ്റ് ഇതേമാതിരി ഒന്ന് ചെയ്ത് നോക്കേ, നല്ല വ്യത്യാസം നമുക്ക് കിട്ടും. കഴുത്തും അതുപോലെ തന്നെ ചെയ്ത് നോക്കുക. കഴുത്തിന് നമുക്ക് നല്ല വ്യത്യാസം കിട്ടും കേട്ടോ. അപ്പോൾ ആരും ഇനി അതുകൊണ്ടൊന്നും പേടിക്കേണ്ട. അയ്യോ കയ്യിൽ കറുപ്പുണ്ടേ, എന്താ ഇതിന് പറയുന്നത്, തഴമ്പുണ്ടേ, അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം. നല്ലൊരു അടിപൊളി ടിപ്പാണ്. വലിയ ചിലവൊന്നുമില്ല. കുറച്ച് നാരങ്ങാനീരും വേണം, കുറച്ച് കല്ലുപ്പ് തന്നെ പൊടിച്ചെടുക്കുക. മറ്റേ പൊടിയുപ്പല്ല, കല്ലുപ്പ് തന്നെ നമ്മൾ പൊടിച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കണം. ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ചെയ്ത് നോക്കേ, നല്ല വ്യത്യാസം കിട്ടും. നല്ല സ്കിൻ നല്ല സോഫ്റ്റ് ആവും, നമുക്ക് ഇഷ്ടപ്പെടും കേട്ടോ, നമുക്കിഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. ചെയ്ത് നോക്കിയിട്ട് പിന്നെ കമൻറ്റിൽ കൂടിയൊക്കെ അറിയിക്കണം കേട്ടോ. വ്യത്യാസമുണ്ട്, സുപ്പു അടിപൊളിയാണ് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ നിങ്ങളും ചെയ്ത് നോക്കൂ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞൊരു ടിപ്പായിരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഇതൊക്കെ അറിയാവുന്നതാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. അറിയാൻ വയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കട്ടെ എന്ന് വിചാരിച്ചാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്ത് തരണേ. അപ്പോൾ എളുപ്പത്തിനുള്ള വേഗത്തിനുള്ള നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങൾ കൊണ്ട് ഉള്ള അടിപൊളി ടിപ്പായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ടാറ്റ. കൈ ഇങ്ങനെ തന്നെ വെച്ചേക്കും കേട്ടോ. ടാറ്റ.